മണിക്കൂറുകൾ നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു. ഇന്നലെ രാത്രി അദ്ദേഹം മരണപ്പെട്ടതായി വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നതോടെ അഭ്യൂഹങ്ങൾ നിറയുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം മരണപ്പെട്ടതായി സ്ഥിരീകരണം ഉണ്ടായത്. 1951 മാർച്ച് 9 പ്രശസ്ത സംഗീതജ്ഞൻ അള്ള രഖയുടെ മകനായാണ് സക്കീർ ഹുസൈൻ ജനിക്കുന്നത്. പിതാവിൽ നിന്നും സംഗീതം അഭ്യസിച്ച അദ്ദേഹം തൻ്റെ 12ാമത്തെ വയസ്സിൽ സംഗീതത്തിൻ്റെ വിസ്മയ ലോകത്തേക്കുള്ള പര്യടനം ആരംഭിച്ചു. സംഗീതോപകരണങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു സക്കീർ ഹുസൈൻ്റെ യാത്ര. 1987 പുറത്തിറക്കിയ സോളോ ആൽബം വ്യാപകമായ ഖ്യാതി നേടി. 1988 37ാമത്തെ വയസ്സിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2022 പത്മഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിനും ലോക സംഗീതത്തിനും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. കഥക് നർത്തകിയും അധ്യാപകയുമായ അന്റോണിയ മിനേക്കോളയാണ് ഭാര്യ. അനിസ ഖുറേഷിയും ഇസബെല്ല ഖുറേഷിയും മക്കളാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയോളമായി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉസ്താദ് സക്കീർ ഹുസൈൻ. നൂറ്റാണ്ടിലേറെ സംഗീതരംഗത്ത് നിറഞ്ഞു നിന്ന അതുല്യ പ്രതിഭ തൻ്റെ തബലയിലെ താളം അവസാനിപ്പിച്ച് 73ാമത്തെ വയസ്സിലാണ് മരണത്തിന് കീഴടങ്ങിയത്.